ഒരു ചിത്രം മതി അന്നത്തെ ബ്രിട്ടീഷുകാരുടെ ക്രൂരത എത്രത്തോളമുണ്ടെന്നറിയാൻ. ബ്രിട്ടീഷുകാർ പോലും കണ്ണടയ്ക്കുന്ന മൂക്കുപൊത്തുന്ന ക്രൂരത. 1921 നവംബർ 19, ചരിത്രത്തിൽ തന്നെ കറുത്ത ദിവസം. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും പുറപ്പെട്ട MSMLV 1711 നമ്പർ ട്രെയിനിലെ വാഗൺ ശവക്കൂമ്പാരങ്ങളെ കൊണ്ട് നിറഞ്ഞ ദിവസം. തള്ളിയും ചവിട്ടിയും ഇരുണ്ട വാഗണിലേക്ക് മനുഷ്യരെ കുത്തിനിറച്ചായിരുന്നു ബ്രിട്ടീഷ് ക്രൂരത. ഭോഗിയിൽ ദാഹിച്ചും ശ്വാസം മുട്ടിയും ഇരുട്ടിൽ പരസ്പരം കടിച്ചും മാന്തിയും അലറിക്കരഞ്ഞവരുടെ ശബ്ദം ബ്രിട്ടീഷ് പട്ടാളം ചെവിക്കൊണ്ടില്ല. 180 കിലോമീറ്ററോളം പിന്നിട്ട് പിറ്റേ ദിവസം നവംബർ 20 പുലർച്ചെ ട്രെയിൻ കോയമ്പത്തൂരിനടുത്തുള്ള പോത്തന്നൂരിലെത്തിയപ്പോൾ കണ്ട കാഴ്ച ഭീകരമായിരുന്നു. രക്തത്തിലും മലമൂത്രത്തിലും ജീവൻ നഷ്ടപ്പെട്ട് 64 പേർ. 6 പേർ പിന്നീട് ആശുപത്രിയിലും മരിച്ചു. രക്ഷപ്പെട്ട 7 പേരിൽ ഒരാളാണ് തിരൂരിലെ കോയക്കുട്ടി. അദ്ദേഹം പറഞ്ഞുകൊടുത്ത അന്നത്തെ അനുഭവം മകൻ ലത്തീഫിന് ഇന്നും നടുക്കുന്ന ഓർമ്മകളാണ്. 2 സൈഡിലെ ഡോറും ലോക്ക് ചെയ്തു. പിന്നെ അതിന് ജനല് വെന്റിലേറ്റർ ഒന്നുമില്ല വാഗനില്. ഇത് മറ്റേ ഇതല്ലേ പാർസൽ വാന്, അതിലായിരുന്നു. അപ്പൊ ഈ ചെറിയ ഹോളുണ്ട്, അത് അവര് കാണാഞ്ഞിട്ടാണെന്നുണ്ട്. ബ്രിട്ടീഷുകാർ കാണാഞ്ഞിട്ടാണോ എന്താവും. അതിൽ വെച്ചിട്ട് ചിലവരൊക്കെ ജീവന് മൂക്കോണ്ട് ശ്വാസം അങ്ങോട്ട് എടുത്ത് എന്നൊക്കെ പറയുന്നു. തിരൂരിലെയും കുരുവമ്പലത്തെയും വാഗൺ ട്രാജഡി സ്മാരകങ്ങൾ ഒരു തലമുറയുടെ ത്യാഗത്തിന്റെയും അനുഭവിച്ച വേദനകളുടെയും തെളിവായി ഇന്നും നിലനിൽക്കുന്നു. 1921 സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് നവംബർ 19 ബ്രിട്ടീഷ് പട്ടാളം തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിൽ അടക്കാൻ റെയിൽവേയുടെ ചരക്ക് വാഗണിൽ കുത്തിനിറച്ചു കൊണ്ടുപോയ തടവുകാർ ശ്വാസം മുട്ടി മരിച്ച സംഭവമാണ് വാഗൺ ട്രാജഡി അഥവാ വാഗൺ ദുരന്തം എന്നറിയപ്പെടുന്നത്. മാപ്പിള സമരത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട് ഗുഡ്സ് വാഗണിൽ അടക്കപ്പെട്ട 100ഓളം പേരിൽ 64 പേരാണ് മരണപ്പെട്ടത്. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരായി മലബാർ ഭാഗത്ത് മുസ്ലിങ്ങൾ നടത്തിയ സമരമായിരുന്നു മലബാർ കലാപം അഥവാ മാപ്പിള ലഹള. കേരള ചരിത്രത്തിൽ മുസ്ലിങ്ങൾ നടത്തിയ പ്രസിദ്ധമായ സമരം ഇതാണ്. മലബാറിലെ ഹിന്ദുക്കളും ഈ ലഹളയിൽ പങ്കാളികളായിരുന്നു. അതോടൊപ്പം തന്നെ ബ്രിട്ടീഷ് ഒറ്റുകാർ എന്നാരോപിച്ച് ഹിന്ദു ജന്മിമാർക്കെതിരെയുമായിരുന്നു സമരക്കാരുടെ ആക്രമണം. ജന്മിമാർ അടക്കിവാണ കുടിയാന്മാർ പലരും പ്രസ്ഥാനത്തിൽ ചേരുകയും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും ചെയ്തു. മലബാർ കലാപത്തോടനുബന്ധിച്ച് ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയ ഏറ്റവും ക്രൂരമായ നരനായാട്ടാണ് വാഗൺ ട്രാജഡി. തിരൂരിൽ നിന്നും കോയമ്പത്തൂർ ജയിലിലടക്കാൻ റെയിൽവേയുടെ ചരക്കു വാഗണിൽ കുത്തിനിറച്ചു കൊണ്ടുപോയ 64 തടവുകാരാണ് അന്ന് ശ്വാസം മുട്ടി മരണപ്പെട്ടത്. 1921 നവംബർ 20 വെള്ളപ്പട്ടാളം പിടികൂടിയ തടവുകാരെ അടച്ചിട്ട ചരക്കുവണ്ടികളിൽ ജയിലുകളിലേക്ക് അയച്ചു. കാറ്റും വെളിച്ചവും കടക്കാത്ത സമാന വണ്ടികളിൽ പലപ്പോഴായി ഏകദേശം 300 മാപ്പിള തടവുകാരെ മിലിറ്ററി ക്യാമ്പുകളിൽ എത്തിച്ചതായി വാഗൺ ട്രാജഡി വിചാരണവേളയിൽ തെളിഞ്ഞിട്ടുണ്ട്. 2000ഓളം സമരക്കാരെ 32 തവണയായി ആന്തമാനിലേക്കും കോയമ്പത്തൂരിലേക്കും പല ഘട്ടങ്ങളിൽ നാടുകടത്തി. കേണൽ ഹംഫ്രി, സ്പെഷ്യൽ ഓഫീസർ ഇവാൻസ്, ജില്ലാ പട്ടാള മേധാവി ഹിച്ച്കോക്ക്, ആമു സൂപ്രണ്ട് എന്നിവരായിരുന്നു ഇതിന് നേതൃത്വം വഹിച്ചത്. പട്ടാള ഓഫീസറായ ഹിച്ച്കോക്കാണ് പുറത്തുള്ളവർ കലാപകാരികളെ കാണുന്നത് തടയാൻ തന്റെ ആശയം നടപ്പിലാക്കിയത്. നവംബർ 10 മുതൽ നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും മലബാർ കലാപത്തിന്റെ പേരിൽ നിരവധി പോരാളികളെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. മലബാറിലെ ജയിലുകൾ നിറഞ്ഞുകവിഞ്ഞു. അധിക പേരെയും കള്ളക്കേസ് ചമച്ചായിരുന്നു പോലീസ് പിടികൂടിയത്. പുലാമന്തോൾ പാലം പൊളിച്ചെന്നായിരുന്നു വാഗണിൽ അടച്ചവരിൽ ചുമത്തിയ കുറ്റം. നവംബർ 20 കുറ്റം ചെയ്തവരോ അല്ലാത്തവരോ ആയ 100ഓളം തടവുകാരെ MS&M റെയിൽവേയുടെ 1711 നമ്പർ വാഗണിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് അയച്ചു. വെള്ളമോ വെളിച്ചമോ വായുവോ ഇല്ലാതെ മണിക്കൂറുകൾ നീണ്ട യാത്രയായിരുന്നു. തിരൂർ സ്റ്റേഷൻ വിട്ടപ്പോൾ തന്നെ ദാഹിച്ചു വരണ്ടും പ്രാണവായുവിനായും മരണവെപ്രാളം തുടങ്ങി. ആ നിലവിളികളൊന്നും കാവൽ പോലീസ് വകവെച്ചില്ല. വണ്ടി ഷൊർണൂരും ഒലവക്കോടും അല്പസമയം നിർത്തി. അപ്പോഴും ആ ദീനരോധനം പട്ടാളം കേട്ടതായി നടിച്ചില്ല. പുലർച്ചെ തമിഴ്നാട്ടിലെ പോത്തന്നൂരിലെത്തി. വാഗൺ തുറന്നപ്പോൾ കണ്ടത് മരണവെപ്രാളത്തിൽ പരസ്പരം മാന്തിപ്പൊളിച്ചും കെട്ടിപ്പിടിച്ചും വിറങ്ങലിച്ചു കിടന്ന 64 മൃതദേഹങ്ങളാണ്. അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായതോടെ ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. മലബാർ സ്പെഷ്യൽ കമ്മീഷണർ AR നാബ് ചെയർമാനും മദിരാശി റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് അബ്ബാസ് അലി, മണ്ണാർക്കാട്ടെ കല്ലടി മൊയ്തു, അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരയ്യർ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിക്കായിരുന്നു അന്വേഷണ ചുമതല. വാഗൺ നിർമ്മിച്ച കമ്പനിക്കാരും അത് ഏൽപ്പിച്ചു കൊടുത്ത ഇൻസ്പെക്ടർമാരുമാണ് കുറ്റക്കാർ എന്നാണ് റിപ്പോർട്ട് വന്നത്. അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് റെയിൽവേ സർജന്റ് ആൻഡ്രൂസ്, ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ എന്നിവരെ പ്രതിയാക്കി മദിരാശി ഗവൺമെന്റ് കേസെടുത്തെങ്കിലും കോടതി 2
പേരെയും വിട്ടയച്ചു. ജാലിയൻ വാലാബാഗിനേക്കാൾ അത്യന്തം നികൃഷ്ടവും നീചവുമായ കൂട്ടക്കൊലയായിരുന്നു 1921 നവംബർ 20 മലബാറിൽ അരങ്ങേറിയത്. ഈ ദുരന്തത്തിന്റെ സ്മരണയിൽ മലബാർ ഇന്നും നടുങ്ങുന്നു. മലബാർ കലാപത്തിന്റെ കാരണങ്ങളെപ്പറ്റി ഭിന്നാഭിപ്രായക്കാരുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ അപലപിച്ച കൂട്ടക്കൊലയായിരുന്നു വാഗൺ ട്രാജഡി. മലബാറിലെ 226 ഗ്രാമങ്ങളെയാണ് ലഹള ബാധിച്ചത്. 138 ഗ്രാമങ്ങളിൽ രൂക്ഷവും ശേഷിച്ച ഗ്രാമങ്ങളിൽ ഭാഗികമായും കലാപങ്ങളുണ്ടായി. മലബാർ കലാപത്തിന്റെ അനൌദ്യോഗിക കണക്കനുസരിച്ച് 25,000 പേർ മരിച്ചിട്ടുണ്ട്. 10,000 പേർ മരിച്ചിട്ടുണ്ടെന്നാണ് ബ്രിട്ടീഷ് രേഖകൾ സൂചിപ്പിക്കുന്നത്. 10,000-കണക്കിന് ആളുകൾ പലായനം ചെയ്തു. 14,000-ലധികം പേർ അറസ്റ്റ് ചെയ്യപ്പെട്ടു. വിചാരണയ്ക്ക് ശേഷം 5,000 പേർക്ക് പിഴ ശിക്ഷ വിധിച്ചു. 3,63,458 രൂപയാണ് പിഴ ഇനത്തിൽ ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത്. 252 പേരെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച് ബെല്ലാരി ജയിലിലേക്ക് അയച്ചു. ലഹള തുടങ്ങി ഒരു മാസം കഴിഞ്ഞപ്പോഴേക്കും വിചാരണയും ആരംഭിച്ചിരുന്നു. തടവുകാരായി പിടിക്കപ്പെട്ടവരെ ആദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയച്ചിരുന്നത്. കണ്ണൂരിൽ സ്ഥലം തികയാതെ വന്നതോടെ കലാപകാരികളെ ബെല്ലാരിയിലേക്ക് കൊണ്ടുപോകുവാൻ തീരുമാനിക്കുകയായിരുന്നു. തടവുകാരെ ബെല്ലാരിയിൽ എത്തിക്കാൻ ചുമതലപ്പെട്ടവർ സ്പെഷ്യൽ ഡിവിഷൻ ഉദ്യോഗസ്ഥൻ ഇവാൻസ്, പട്ടാള കമാൻഡർ കർണൻ ഹംഫ്രീഡ്, ജില്ലാ മേധാവി ഹിച്ച്കോക്ക് എന്നിവരായിരുന്നു. കന്നുകാലികളെ കയറ്റുന്ന വണ്ടിയിലാണ് തുടക്കത്തിൽ തടവുകാരെ കുത്തിനിറച്ച് കൊണ്ടുപോയിരുന്നത്. ഇത് സുരക്ഷിതമല്ലെന്ന് തോന്നിയതോടെ ചരക്കു വാഗണിൽ കൊണ്ടുപോകുവാൻ തീരുമാനിച്ചു. മദ്രാസ് സൗത്ത് മറാഠ കമ്പനിക്കാരുടെ MSMLV 1711 എന്ന് മുദ്രണം ചെയ്ത വാഗണിലാണ് പിന്നീട് തടവുകാരെ കൊണ്ടുപോയത്. പ്രവേശന കവാടം തുറന്ന് കയറുകൊണ്ട് ബന്ധിക്കാനും യാത്രാമധ്യേയുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ വണ്ടി നിർത്തി തടവുകാർക്ക് ശുദ്ധവായു ശ്വസിക്കാനും ഹിച്ച്കോക്ക് ആദ്യമൊക്കെ സൗകര്യം ചെയ്തു കൊടുത്തിരുന്നു. പുറത്തിറങ്ങുന്ന തടവുകാരെ ശുദ്ധവായു ശ്വസിച്ചതിന് ശേഷം വാഗണിൽ തിരികെ കയറ്റാനും കാവൽ നിൽക്കാനും മതിയായ പോലീസിനെ കിട്ടാത്തതോടെ ശുദ്ധവായു ശ്വസിക്കാനുള്ള ആനുകൂല്യവും ഇല്ലാതായി. അടച്ചുപൂട്ടിയ വാഗണിൽ ശ്വാസം പോലും വിടാനാവാതെ കൊണ്ടുപോകുവാൻ തുടങ്ങിയതോടെ തടവുകാരുടെ നരകയാതനയും തുടങ്ങി. 2,000 പേരെ 32 പ്രാവശ്യം ഇതേ രീതിയിൽ കൊണ്ടുപോയി. 122 പേരെയാണ് വാഗണിൽ കുത്തിനിറച്ചിരുന്നത്. ഇങ്ങനെ 2,000 പേർ യാത്ര ചെയ്തപ്പോഴും ശ്വാസമുട്ടിയും കണ്ണു തുറിച്ചുകൊണ്ടും മൃതപ്രായരായവർ വാഗൺ ദുരന്തത്തിന്റെ ചരിത്രത്തിൽ വന്നിട്ടില്ല. നവംബർ 20 പോയ വാഗണിലാണ് കൂട്ടദുരന്തം അരങ്ങേറിയത്. അന്നത്തെ ദുരന്തത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടവർ ആരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. മലബാർ കലാപത്തിൽ നേരിട്ട് പങ്കെടുത്തവരും വിസ്മൃതിയിലായി. ദുരന്തമുണ്ടാക്കിയ വാഗണിൽ നിന്നും ആയുസിന്റെ ബലം കൊണ്ട് രക്ഷപ്പെട്ട മലപ്പുറം കോട്ടപ്പടിയിലെ വയൽക്കര കൊന്നോല അഹമ്മദ് ഹാജി ദുരന്തം നടന്ന് 6 പതിറ്റാണ്ടിനു ശേഷം തന്റെ അനുഭവം വിവരിച്ചത് വാഗൺ ദുരന്തത്തിന്റെ നേരിട്ടുള്ള വിവരണമാണ്. അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. എന്നെയും ജ്യേഷ്ഠൻ യൂസഫിനെയും പോലീസ് വീട്ടിൽ നിന്നും പിടിച്ചു. പുലാമന്തോൾ പാലം പൊളിച്ചുവെന്നായിരുന്നു ഞങ്ങളുടെ പേരിലുള്ള കുറ്റം. ദിവസത്തിൽ ഒരു നേരം ഉപ്പിടാത്ത ചോറായിരുന്നു ജീവൻ നിലനിർത്താൻ കിട്ടിയിരുന്നത്. ശൗചം ചെയ്യാൻ ഒരാഴ്ചത്തേക്ക് ഒരു തുള്ളി വെള്ളം പോലും കിട്ടിയില്ല. ബയണറ്റ് മുനകളുടെ തലോടലേറ്റ് മുറിവുകളുടെ വേദന നിമിത്തം എഴുന്നേൽക്കാൻ പോലും വയ്യാതായി. 20-ാം തീയതി രാവിലെ ഞങ്ങളെ 4 പേരു വീതം കൂട്ടിക്കെട്ടി കഴുതവണ്ടികളും കാളവണ്ടികളും തയ്യാറായി നിന്നു. പട്ടാളക്കാർ ആയുധങ്ങളുമായി ഈ വണ്ടിയിൽ കയറിക്കൂടി. ഓരോ വണ്ടിക്കും ഇടയിലായി ഞങ്ങളെ നിർത്തി. വണ്ടികൾ ഓടാൻ തുടങ്ങി. പിന്നാലെ ഞങ്ങളും കിതച്ചും ചുമച്ചും കൊണ്ടുള്ള നെട്ടോട്ടം. ഓട്ടത്തിനൽപ്പം വേഗത കുറഞ്ഞാൽ പിന്നിലുള്ള വണ്ടിയിൽ നിന്ന് നീണ്ടുവരുന്ന ബയണറ്റുകൾ ശരീരത്തിൽ ആഞ്ഞു തറയ്ക്കുകയും ഓടിയും ചാടിയും കുന്നും കുഴിയും മലയും വയലും താണ്ടി ഉച്ചയോടെ കോട്ടയ്ക്കൽ എത്തിച്ചേർന്നു. ഞങ്ങൾക്കൊരു തുള്ളി വെള്ളം തരാൻ പോലും ആ കിരാതന്മാർക്ക് മനസ്സലിഞ്ഞില്ല. പട്ടാളക്കാർ ഭക്ഷണം കഴിച്ചവർ വണ്ടിയിൽ കയറി. സന്ധ്യയോടെ തിരൂരിലെത്തി. എല്ലാവരെയും പ്ലാറ്റ്ഫോമിലിരുത്തി. ഞങ്ങൾ ഇരിക്കുകയല്ല, വീഴുകയായിരുന്നു. പലരും തളർന്നുറങ്ങിപ്പോയി. ഏകദേശം 600ഓളം തടവുകാരെ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നിരവധി ഹിന്ദു സഹോദരന്മാരും കൂട്ടത്തിലുണ്ടായിരുന്നു. ഒരു സിഗരറ്റ് ടിന്നിൽ 4 വറ്റ് ചോറുമായി പട്ടാളക്കാർ ഞങ്ങളെ വിളിച്ചുണർത്തി. ഞാൻ അന്നോളം ഇത്രയും സ്വാദുള്ള ഭക്ഷണം കഴിച്ചിട്ടില്ലെന്ന് തോന്നിപ്പോയി. 7 മണിയോടെയാണ് വാഗണുമായി വണ്ടി വന്നത്. വാതിൽ തുറന്നു പിടിച്ച് ഞങ്ങളെ വാഗണിൽ കുത്തി നിറയ്ക്കാൻ തുടങ്ങി. 100 പേർ അകത്തായപ്പോഴേക്കും പലരുടെയും പിൻഭാഗവും കൈകാലുകളും പുറത്തേക്ക് തള്ളി നിൽക്കാൻ തുടങ്ങിയിരുന്നു. തലയണയിൽ പഞ്ഞി നിറയ്ക്കുന്ന ലാഘവത്തോടെ തോക്കിൻ ചട്ടകൊണ്ട് അമർത്തി തള്ളി വാതിൽ ഭദ്രമായി അടച്ചു, കുറ്റിയിട്ടു. ഒക്കെ ഇരുകാലി മൃഗങ്ങളായ ഹിച്ച്കോക്കിന്റെ നിർദ്ദേശപ്രകാരം. അകത്തു കടന്നവരുടെ കാലുകൾ നിലത്ത് തൊട്ടിരുന്നില്ല. 200 പാദങ്ങൾ ഒരുമിച്ചമരാനുള്ള സ്ഥല സൗകര്യം ആ വാഗണിനുണ്ടായിരുന്നില്ല. ഒറ്റക്കാലിൽ മേൽക്കുമേൽ നിലം തൊടാതെ യാത്ര തുടങ്ങി. ദാഹം സഹിക്കവയ്യാതെ തൊണ്ട പൊട്ടുമാറ് ഞങ്ങൾ ആർത്തു കരഞ്ഞു. കൈയെത്തിയവരൊക്കെ വാഗൺ ഭിത്തിയിൽ ആഞ്ഞടിച്ചു ശബ്ദമുണ്ടാക്കി. വാഗണിനകത്ത് കൂരാകൂരിരുട്ട്. വണ്ടി ഏതോ സ്റ്റേഷനിൽ നിൽക്കാൻ പോകുന്നതായി തോന്നി. ഷൊർണൂരായിരുന്നു അത്. ഞങ്ങൾ ശേഷിച്ച ശക്തിയെല്ലാം സംഭരിച്ച് നിലവിളിച്ചു. ആരും സഹായത്തിനു വന്നില്ല. അപ്പോഴേക്കും പലരും മേൽക്കുമേൽ മലർന്നു വീഴാൻ തുടങ്ങിയിരുന്നു. അറിയാതെ മലമൂത്ര വിസർജനവും കൈക്കുമ്പിളിൽ മൂത്രമൊഴിച്ച് കുടിച്ച് ദാഹം തീർക്കാൻ വിഫല ശ്രമവും നടത്തി. സഹോദരന്റെ ശരീരത്തിൽ പൊടിഞ്ഞ വിയർപ്പ് കണങ്ങൾ നക്കി തുവർത്തി നോക്കി. ദാഹം സഹിക്കുന്നില്ല, ശ്വാസം കിട്ടുന്നില്ല. അന്യോന്യം മാന്തി പറിക്കാനും കടിച്ചു വലിക്കാനും പൊട്ടിയൊലിച്ച രക്തം നക്കി കുടിച്ചു. മരണവെപ്രാളത്തിൽ സഹോദര മിത്രബന്ധം മറന്നു. ശരിയും തെറ്റും വേർതിരിച്ചറിയുന്ന മനസ്സ് നഷ്ടപ്പെട്ടു.
നഷ്ടപ്പെട്ടു. ഞാനും യൂസുഫും കാക്കയും ചെന്നു വീണത് അസ്രായേലിന് തൽക്കാലം പിടികിട്ടാത്ത ഓരത്തായിരുന്നു. എങ്ങനെയോ ഇളകിപ്പോയ ഒരു ആണിയുടെ പഴുതുള്ള ഭാഗ്യസ്വർഗത്തിൽ ദ്വാരത്തിൽ മാറി മാറി മൂക്കുവെച്ച് പ്രാണൻ പോകാതെ ഒപ്പിച്ചു. എങ്കിലും കുറെ കഴിഞ്ഞപ്പോൾ ബോധം നഷ്ടമായി. ബോധം തെളിഞ്ഞു നോക്കുമ്പോൾ 4-5 പേർ ഞങ്ങളുടെ മേൽ മയ്യത്തായി കിടക്കുന്നു. പുലർച്ചെ 4 മണിക്കാണ് വണ്ടി പോത്തന്നൂർ സ്റ്റേഷനിലെത്തിയത്. ആ പാപികൾ വാതിൽ തുറന്നു. മുറിക്കുള്ളിൽ കണ്ട ഭീകര ദൃശ്യം ആ പിശാചുക്കളെ തന്നെ ഞെട്ടിച്ചു. 64 പേരാണ് കണ്ണു തുറിച്ച് ഒരു മുഴം നാക്കു നീട്ടി മരിച്ചു കിടക്കുന്നത്. 60 മാപ്പിളമാരും 4 തീയന്മാരും. മലം, മൂത്രം, രക്തം, വിയർപ്പ് ഇതെല്ലാം കൂടി മത്തി മസാല വെച്ചതുപോലെ. തണുത്ത വെള്ളം വാഗണിലേക്ക് കോരി ഒഴിക്കാൻ തുടങ്ങി. തണുത്തു വിറങ്ങലിക്കാൻ തുടങ്ങിയപ്പോൾ ജീവൻ രക്ഷിച്ചവർ ഒന്ന് പിടഞ്ഞു. ഞങ്ങളെ നേരെ കോയമ്പത്തൂർ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. മരിച്ചവരെ ഏറ്റെടുക്കാൻ പോത്തന്നൂർ സ്റ്റേഷൻ മാസ്റ്റർ തയ്യാറായില്ല. ജീവനില്ലാത്തവരെ തിരൂരിലേക്ക് തന്നെ മടക്കി. ആശുപത്രിയിൽ എത്തും മുമ്പ് 8 പേർ കൂടി മരിച്ചു. അവശേഷിച്ചത് ഞാനടക്കം 28 പേരായിരുന്നു. 20 വർഷം മുമ്പാണ് ഹാജിയാർ വാഗൺ ട്രാജഡി സ്മരണയ്ക്ക് വേണ്ടി വാഗൺ ദുരന്തത്തിന്റെ സ്മരണ അയവിറക്കിയത്. മൃതദേഹങ്ങളുമായി വണ്ടി തിരൂരിലേക്ക് എത്തുന്നുണ്ടെന്നറിഞ്ഞ് മലബാർ കളക്ടർ തോമസും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും കാത്തുനിന്നു. വാഗൺ തിരൂരിൽ തുറന്നപ്പോൾ അകത്ത് രൂക്ഷഗന്ധം. മലമൂത്ര വിസർജനത്തിൽ പുരണ്ടും അന്യോന്യം കെട്ടിപ്പിടിച്ചുമുള്ള മൃതദേഹങ്ങൾ. മുസ്ലിം മൃതദേഹങ്ങളിൽ 44 എണ്ണം കോരങ്ങത്ത് പള്ളിയിലും 8 എണ്ണം കോട്ട് ജുമാഅത്ത് പള്ളിയിലെ ഖബർസ്ഥാനിലും അടക്കം ചെയ്തു. ഹൈന്ദവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ആളില്ലാത്തതിനെ തുടർന്ന് മുത്തൂരിലെ ഒരു കല്ലുവെട്ട് കുഴിയിലാണ് അടക്കം ചെയ്തത്. വാഗൺ ദുരന്തം ഇന്ത്യയെ ഞെട്ടിച്ച സംഭവമായിരുന്നു. ഇതിനെക്കുറിച്ച് അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമായതോടെ അന്വേഷണത്തിന് ഒരു കമ്മിറ്റിയെ ചുമതലപ്പെടുത്തി. മലബാർ സ്പെഷ്യൽ കമ്മീഷണർ AR നാബ് ചെയർമാനായും മദിരാശി റിട്ടയർഡ് പ്രസിഡൻസി മജിസ്ട്രേറ്റ് അബ്ബാസ് അലി, മണ്ണാർക്കാട്ടെ കല്ലടി മൊയ്തു, അഡ്വക്കേറ്റ് മഞ്ചേരി സുന്ദരയ്യർ എന്നിവർ അംഗങ്ങളായ കമ്മിറ്റിക്കായിരുന്നു അന്വേഷണ ചുമതല. അന്വേഷണത്തിൽ റെയിൽവേ നൽകിയ മൊഴി വിചിത്രമായിരുന്നു. ദ്വാരങ്ങളും വലക്കെട്ടുള്ളതുമായ വാഗൺ പെയിന്റ് ചെയ്തപ്പോൾ ദ്വാരങ്ങൾ അടഞ്ഞുപോയി. ആളുകളെ കയറ്റാൻ പറ്റിയ വാഗൺ ആവശ്യപ്പെടാത്തതിനാലാണ് ചരക്കു കയറ്റുന്ന വാഗൺ നൽകിയത് എന്നായിരുന്നു അവരുടെ മറുപടി. വാഗൺ നിർമ്മിച്ച കമ്പനിക്കാരും അത് ഏൽപ്പിച്ചു കൊടുത്ത ഇൻസ്പെക്ടറുമാണ് കുറ്റക്കാർ എന്നാണ് റിപ്പോർട്ട് വന്നത്. മരിച്ചവരുടെ ആശ്രിതർക്ക് 300 രൂപ വീതം സഹായധനം നൽകാനും തീരുമാനമായി. അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് റെയിൽവേ സർജന്റ് ആൻഡ്രൂസ്, ഒരു പോലീസ് ഹെഡ് കോൺസ്റ്റബിൾ എന്നിവരെ പ്രതിയാക്കി മദിരാശി ഗവൺമെന്റ് വാഗൺ ദുരന്തത്തെക്കുറിച്ച് കേസെടുത്തെങ്കിലും കോടതി 2 പേരെയും വെറുതെ വിട്ടു. ഇന്ത്യ രാജ്യം നടുങ്ങിയ വൻ കൂട്ടക്കൊല തുമ്പില്ലാതെയാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ സ്വാധീനിച്ചുവെന്ന് വ്യക്തം. അന്നത്തെ അധികൃതർ നിസ്സാരവൽക്കരിച്ച വാഗൺ ദുരന്തത്തിലെ മുറിപ്പാടുകൾ മലബാറുകാരെ ഇന്നും വേട്ടയാടുന്നു എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുണ്ട്. വാഗൺ ദുരന്തത്തിന്റെ 100ാം വാർഷികത്തിൽ ആലത്തിയൂർ KHM ഹയർ സെക്കൻഡറി സ്കൂളിലെ സാമൂഹ്യശാസ്ത്ര വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ട്.